ശ്രീമതി കെ കെ ശൈലജ, പുരുഷനും ഇതുപോലെ തന്നെ സ്ത്രീയിൽ നിന്ന് ലൈംഗികമായ പീഡനത്തിന് ഇരയാകുന്നുണ്ട് ഒരു ഓഫീസ് അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ വേണ്ടയോ? ഏതെങ്കിലും പുരുഷന്മാർ പീഡനത്തിന് വിധേയരാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. കേരളത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു സമൂഹമാണ്, അതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ മുതലാളിത്ത സമൂഹത്തിന്റെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ഒരു സംസ്കാരം ഉടലെടുത്തിട്ടുണ്ട്. അതിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു രണ്ടാം തരം പൗരത്വമുള്ള പൗരനായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. മാത്രമല്ല ഒരു വിൽപ്പന വസ്തുവായിട്ട് പെൺകുട്ടികളെയും സ്ത്രീകളെയും കരുതുന്ന സമൂഹമായിട്ട് മുതലാളിത്ത സമൂഹം അനുഭവിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇന്ത്യയിൽ കടുത്ത രീതിയിലുള്ള ഫ്യൂഡൽ വ്യവസ്ഥിതി നിലനിൽക്കുകയാണ്. കേരളത്തിൽ അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അതിൽ നിന്നും മുക്താണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഓണർ കില്ലിംഗ്, വിച്ച് ഹണ്ടിങ് തുടങ്ങി സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഭയാനകമായിട്ടുള്ളതാണ്. അത് ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന സവർണ മേധാവിത്വത്തിന്റെ ദളിതർക്കെതിരായിട്ടുള്ള ജാതി മേധാവിത്വത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന അതിക്രമങ്ങളാണ്. അപ്പൊ അതെല്ലാം നിലനിൽക്കുന്ന അത്ര കടുത്ത സ്ത്രീ വിവേചനം നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിനകത്ത് സ്ത്രീകൾക്കായിട്ടൊരു നിയമം കൊണ്ടുവരുമ്പോൾ അതൊരു പൊതു നിയമമായിട്ട് മാറ്റണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ പൂർണ്ണമായിട്ടും വിവേചനത്തിന് ഇരയാകുന്നത് സ്ത്രീകളാണ്. അതേസമയത്ത് പുരുഷന്മാർ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഇന്ത്യൻ സമൂഹത്തിനകത്ത് പുരുഷ പീഡനത്തിന് വേണ്ടി ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന്. കാരണം നിയമങ്ങളില്ലാതില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും എല്ലാം അനുസരിച്ച് നമുക്ക് ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ. തീർച്ചയായും ശ്രീമതി ശൈലജ, അത് ശരിയാണ്. പക്ഷെ അതേസമയം ഇതിൽ നിന്ന് ഉയർന്നു വരാവുന്ന മറ്റൊരു ചോദ്യം സ്വാഭാവികമായും ശ്രീമതി ലീല മേനോൻ ഉന്നയിച്ചത് തന്നെയാണ്. അതായത് ഒരു പുരുഷനെതിരെ പ്രതികാരം ചെയ്യാനായി ഇത് ഉപയോഗിക്കാം, മറ്റ് പലതരത്തിലുള്ള താല്പര്യങ്ങളും നിർവഹിക്കപ്പെടാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി അതൊരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാൻ തുടങ്ങിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഇത് മതിയോ? അത് പരാതിക്കാരിയുടെ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുക എന്നത് മാത്രം മതിയോ? കാരണം അവിടെ ഉയർന്നു വരുന്ന ചോദ്യം, ഇത് ഈ പരാതി പരിശോധിക്കുന്ന സമിതികളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ജെൻഡർ സെൻസിറ്റീവായ ആളുകൾ തന്നെ നിയമിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഒരുപക്ഷെ തെറ്റായ പരാതികൾ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഇത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ അപൂർവമായിട്ടാണെങ്കിലും ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ സമൂഹത്തിലുണ്ട്. ചിലപ്പോൾ അത് വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. ആരോടെങ്കിലും ഒരു വിരോധം തീർക്കുന്നതിന് വേണ്ടി ഒരു പീഡന കഥ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേരളീയ സമൂഹത്തിനടക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതെടുത്ത് പറയുന്നില്ല, കാരണം അതുകൊണ്ട് ഈ നിയമത്തിന്റെ ആവശ്യകതയുടെ ഗ്രാവിറ്റി കുറക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഇപ്പൊ നിയമം പാസ്സായിട്ടുണ്ട്, ഈ നിയമത്തിന്റെ പൂർണ്ണമായിട്ട് ഉള്ളടക്കം അറിയില്ല, എങ്കിലും അസംഘടിത മേഖലയിലടക്കം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കടക്കം ഉപകാരത്തിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, നിയമം പാസ്സാവുന്നുണ്ട്. പക്ഷെ നടത്തിപ്പിനുള്ള എന്താണ് അതിന്റെ സംവിധാനം എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വലിയ ഞാനൊരു ഇടവേള എടുക്കുകയാണ്. നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് ശ്രീമതി ലീല മേനോനിലേക്കും മറ്റുള്ളവരിലേക്കും. അതായത് ഇന്ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച നിയമം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിനുള്ള നിയമം നടപ്പാക്കുന്നതിന് എന്തൊക്കെ തടസ്സങ്ങൾ ശേഷിക്കുന്നുവെന്നാണ് കൗണ്ടർ പോയിന്റ് പരിശോധിക്കുന്നത്. തിരിച്ചെത്താൻ പുതിയ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രത്യേക നിയമത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. ശ്രീമതി ലീല മേനോൻ, ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം എന്നത് ഒരു നിയമവും നടപ്പാക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആവരുത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമത്തിന്റെ പ്രാധാന്യം ആ നിലയ്ക്ക് കാണുകയാണെങ്കിൽ, മാത്രമല്ല സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുണ്ടാക്കിയ ഒരു നിയമം എന്ന നിലയിൽ ഒരുപക്ഷെ നിയമപരമായി ചോദ്യം ചെയ്യപ്പെട്ടാലും പരമോന്നത കോടതി അതിനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത ഏറെയും. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് മറ്റു നിയമങ്ങൾക്കില്ലാത്ത തരത്തിലുള്ള ഒരു ശക്തി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ഈ നിയമത്തിന്റെ അങ്ങനെയൊക്കെ പദ്ധതിയാണ്. ഞാൻ അതിൽ വരുന്ന ഒരു ഫ്ലോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ നിയമം അത്യന്ത സൗഹാർദ്ദമാണ്. പിന്നിപ്പോ ഈ ഇതുപോലെ ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കാം എന്നും കൂടി ഇതിലുള്ള ഒരു വകുപ്പും കൂടി ഉള്ളത് കാരണം ഈ നിയമം എല്ലാം കൊണ്ട് വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇത് നടപ്പാക്കാനായിട്ടുള്ള ഇപ്പൊ നേരത്തെ പ്രമോദ് പറഞ്ഞ പോലെ തന്നെ ഇത് നടപ്പാക്കാനായിട്ട് സ്ത്രീകളെ മുൻപോട്ട് വരുമോ എന്നുള്ളതാണ് ഇതിൽ എനിക്ക് സംശയമായിട്ടുള്ള കാര്യം. അതായത് ഇപ്പൊ ഞാൻ തന്നെ പല മീറ്റിങ്ങുകളിലും ചോദിച്ചിട്ടുണ്ട്, ഈ ലൈംഗിക ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനം എന്താണെന്ന് അറിയാമോ? അപ്പൊ അത് നോട്ടമുണ്ട്, സ്പർശമുണ്ട്, വാക്കുകളുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ളത് ലൈംഗിക പീഡനം തന്നെയാണ്. അതുപോലെ സ്ത്രീക്ക് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം അവൾക്ക് സമൂഹം പുരുഷ വിധേയത്വ സൊസൈറ്റിയാണത്. നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ
ഇവിടെ സ്ത്രീകളെ പുരുഷന്മാരെ ലൈംഗികവിടുകയും ചെയ്യുന്ന അത് റിഡിക്കുലസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സ്ത്രീക്ക് അങ്ങനെ ആലോചിക്കാനും കൂടി സാധിക്കാത്ത സാമൂഹിക വ്യവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അത്രയധികം പുരുഷ വിധേയത്വമുള്ള ഒരു സ്ത്രീ ഒരിക്കലും ഒരു പുരുഷനെതിരെ കംപ്ലൈന്റ് ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് അവനവന്റെ ദാമ്പത്യം നിലനിൽക്കണം, അല്ലെങ്കിൽ സമൂഹത്തിലെ സ്റ്റാറ്റസ് നിലനിൽക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് സ്ത്രീ. അപ്പൊ അതുകൊണ്ട് മാത്രം അവളുടെ നേരെ വരുന്ന അക്രമത്തിനെതിരെ പോലും പ്രതികരിക്കില്ല. പിന്നെ പ്രതികരിക്കുകയാണെങ്കിൽ നേരത്തെ ഷാനിമോൾ പറഞ്ഞത് വിഷയമാണ്. ഇപ്പൊ നമ്മളൊക്കെ കണ്ടതാണ് എത്ര സമൂഹം അവരെ എത്ര അധികം അധിക്ഷേപിച്ചു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കാരണമാണ് സ്ത്രീകളിൽ മുമ്പോട്ട് വരാത്തത്. തീർച്ചയായും ഇങ്ങനെ സമയക്കുറവുകളുകൊണ്ട് ഇടപെടുകയാണ്. ശ്രീ പി ആർ ഗോകുൽ, താങ്കൾ സൂചിപ്പിച്ച ഉപരിയായി ഇതിൽ നിന്ന് നേരിടാവുന്ന പുരുഷന്മാർക്ക് നേരിടാവുന്ന ഒരു അപകടത്തിന്റെ സാധ്യതയെക്കുറിച്ച് ഞാൻ തന്നെ ശ്രീമതി കെ ശൈലജയോട് ചോദിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ഇരിക്കെ തന്നെ സ്ത്രീകൾക്ക് ഒരു കേസിൽപ്പെട്ടാൽ പോലും സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പീഡനം കണക്കിലെടുത്ത് എങ്കിലും ഈ നിയമത്തെ നാം ശക്തിപൂർവ്വം പിന്തുണയ്ക്കണം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശക്തിയായിട്ട് പിന്തുണയ്ക്കുക തന്നെയാണ് ചെയ്യണത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പിന്തുണയ്ക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ശ്രീമതി ലീല പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ ആള് കാണില്ല. ഇതൊക്കെ നല്ലോണം നടക്കുന്ന സ്ത്രീകള് ഇതൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ദുരുപയോഗം ചെയ്യാൻ കുറെ പേരുണ്ടാവും. അതാണ് പ്രശ്നം. ദുരുപയോഗത്തിന് ക്ലോക്ക് ഉണ്ട്, ശിക്ഷിക്കാൻ ക്ലോക്ക് ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രിഷണറി പണിഷ് ചെയ്യാമെന്ന്. അതായത് വേണമെങ്കിൽ തോന്നുകയാണെങ്കിൽ പണിഷ് ചെയ്യാം, മാൻഡേറ്ററി പണിഷ്മെന്റ് അല്ല അത്. ആ ക്ലോസൊക്കെ ആ ഡ്രാഫ്റ്റിൽ ഞാൻ വായിച്ചു. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ ആ ഡ്രാഫ്റ്റ് ഉണ്ട്. അതിൽ ഡിസ്ക്രിഷണറി പണിഷ്മെന്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രചോദനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു ക്ലോസ് ഉണ്ട്, കൺസീലിയേറ്ററി ആൻഡ് സെക്യൂർമെന്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുതീർപ്പിനുള്ള ക്ലോസ്. ഇപ്പോ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇതിൽ എന്താ ഒരു ഒത്തുതീർപ്പിനൊരു സ്കോപ്പ് ഉള്ളത്? എന്താ ഒരു ഒത്തുതീർപ്പ്? അപ്പൊ അതായത് ദുരുപയോഗം ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസാണിത്. ശരിക്കും നടക്കുന്ന സ്ത്രീകളൊന്നും ഇത് ഉപയോഗിക്കാനും പോകുന്നില്ല. അതെല്ലാവരും സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ശ്രീമതി അവസാനമായി ശ്രീമതി ഷാനിമോൾ ഒരു നിയമമാണ് എന്ന് കാണുന്നതിലെ ഒരു തീർത്തും ഒരു സ്ത്രീവിരുദ്ധമായ ഒരു നിലപാട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു പുനരാലോചന ആവശ്യമുള്ള ചില ഭാഗങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പ്രമോദ്, ഈ ബില്ലിന്റെ പോസിറ്റീവായിട്ടുള്ള വശം തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് കാണേണ്ട കാര്യം. പിന്നെ വ്യാജ പരാതികൾ തടയുന്നതിന് വേണ്ടി ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ വനിതാ സെല്ലിലായാലും വനിതാ കമ്മീഷനിലായാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളിലായാലും ഒക്കെ ഒരു പരിധിവരെ ഇത്തരത്തിൽ പരാതികൾ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഏതാ വ്യാജ പരാതികളാണ്, അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വമായി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പരാതി കൊടുക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആളുകളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ നിയമത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഏറ്റവും താഴെ തലങ്ങൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ പഞ്ചായത്ത് തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കനത്ത പരിശ്രമമാണ് ഇവിടെ ആവശ്യം. ഇത് ഏത് രീതിയിൽ നടപ്പാക്കുമെന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ സൂചിപ്പിച്ചതുപോലെയുള്ള ആശങ്കകൾ, അതിന്റെ നിയമപരമായിട്ടുള്ള ചട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളൊക്കെ തന്നെ ദൂരീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കുന്ന തലത്തിലേക്ക് ഈ നിയമത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് അതിന്റെ അവബോധത്തെക്കുറിച്ച് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെയധികം നന്ദി ശ്രീമതി ഷാനിമോൾ, ശ്രീമതി ലീല മേനോൻ, ശ്രീ പി ആർ ഗോകുൽ, ശ്രീമതി കെ കെ ശൈലജ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വിവേചനത്തിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കലാണ് അന്തിമ ലക്ഷ്യമെങ്കിൽ അവർക്ക് നിയമത്തിന്റെ ആഡംബരം മാത്രം നൽകിയാൽ പോരാ, അത് നടപ്പാകുന്നുവെന്ന് ഉറപ്പിക്കുന്നതിനുള്ള ജാഗ്രതയും വേണം. ആര് ഏറ്റെടുക്കും ആ ഉത്തരവാദിത്തം? അതോടൊപ്പം സമാപിക്കുന്നു.